അഞ്ജലി കുഞ്ഞുമായി അർജുൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവിടെ നിന്ന് ക്ലീനിങ് സ്റ്റാഫ് അടക്കം പറയാൻ തുടങ്ങി. സാറിൻ്റെ കുഞ്ഞും അഞ്ജലി മേഡവും നല്ല ചേർച്ച, കണ്ടാൽ അമ്മയും കുഞ്ഞുമാണെന്നേ പറയൂ. അതിലൊരു സ്ത്രീ പറഞ്ഞു, നീ അറിഞ്ഞോ? ഡി, അഞ്ജലി മേഡത്തിനെയാണ് അർജുൻ സാറ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അതുകൂടിയായപ്പോൾ എമിയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു. അവൾ വേഗം വാഷ്റൂമിലേക്ക് ഓടി. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാനൊരു മണ്ടിയ, സാറൊന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ താൻ അതിൽ വീണു. അപ്പോഴും എമി അർജുനെ കുറ്റപ്പെടുത്തിയതേയില്ല. എമി കുറച്ച് നിമിഷം അങ്ങനെ തന്നെ നിന്നു. അവൾ പതിയെ OPDയിലേക്ക് നടന്നു. ഡോറിൽ നോക്ക് ചെയ്ത് അകത്ത് കയറിയതും കാണുന്നത് അർജുൻ്റെ അടുത്തായി ചെയർ വലിച്ചിട്ടിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്ന അഞ്ജലിയാണ്. അതുകൂടി കണ്ടതും എമിയുടെ മനസ്സൊന്ന് പിടഞ്ഞു. അവൾ അവളെ തന്നെ സമാധാനിപ്പിച്ചു. മാസ്ക് പിടിച്ച് മുകളിലേക്കിട്ടു. എമി അർജുൻ്റെ വിളിയിൽ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതും അവന് കാര്യം മനസ്സിലായി. പെണ്ണ് കരഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്താവും കാരണം? ഇപ്പോൾ ചോദിക്കാനും പറ്റില്ല. ഈ മരണത്തിനെ ഇവിടെ നിന്നും ഒഴിവാക്കണം. അതും മനസ്സിലായി ചിന്തിച്ച് അർജുൻ അഞ്ജലിയോടായി പറഞ്ഞു, അഞ്ജലി, കുഞ്ഞിനെ ഇങ്ങി താ. അതും പറഞ്ഞ് അവൻ കുഞ്ഞിനെ അവൻ്റെ കൈകളിലേക്ക് വാങ്ങി. അഞ്ജലിക്ക് ഡ്യൂട്ടിക്ക് കയറണ്ടേ? വാർഡിലേക്ക് പോയിക്കോളൂ. അത് ഞാൻ കുഞ്ഞിനെ, എൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നോക്കിക്കോളാം. അതിന് അഞ്ജലി ബുദ്ധിമുട്ടണം എന്നില്ല. പിന്നെ നീ എൻ്റെ ഒപ്പം വലിഞ്ഞു കയറി കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് വന്നപ്പോൾ ഞാനൊന്നും മിണ്ടാതെ എൻ്റെ കാറിൽ നിന്നെ കയറ്റിയത് ആരെയും പേടിച്ചിട്ടല്ല. രാവിലെ ദേവിക മേഡവുമായി ഒരു വാക്ക് തർക്കത്തിന് വയ്യാത്തതുകൊണ്ടാണ്. രജിസ്റ്റർ എഴുതുന്നതിനിടയിൽ അർജുൻ്റെ വാക്കുകൾ കേൾക്കെ എന്തോ എനിക്ക് കുറ്റബോധം തോന്നി. ഞാൻ എന്തൊക്കെയാ ഈ മനുഷ്യനെപ്പറ്റി തെറ്റിദ്ധരിച്ചത്. പാവം എൻ്റെ അജുവേട്ടൻ. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എമിക്ക് അർജുൻ്റെ നെഞ്ചിലേക്ക് ചേരാൻ അവൾ ആ ഒരു നിമിഷം ആഗ്രഹിച്ചു. അഞ്ജലിക്ക് എമിയുടെ മുന്നിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ അർജുൻ പറഞ്ഞത് അവളുടെ മുഖത്തിന് കിട്ടിയൊരു അടി പോലെയാണ് തോന്നിയത്. അഞ്ജലിക്ക് എമിയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായി. ഈ നശിച്ചവൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇല്ലേൽ ഇവനെ ഞാൻ എങ്ങനെയെങ്കിലും വളച്ചെടുത്തേനെ. ഇപ്പോൾ അവൻ്റെ ഭാര്യയായി അർജുൻ്റെ ഒപ്പം ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞേനെ. എല്ലാം നശിച്ചത് ഇവളൊരുത്തി കാരണമാണ്. ഇല്ല, എൻ്റേതാണ് അർജുൻ. അവനെ എനിക്ക് വേണം. അവൻ എൻ്റേതാണ്. പോകാൻ പറഞ്ഞിട്ടും പോകാതെ എമിയെ തന്നെ പകയോടെ നോക്കുന്ന അഞ്ജലിയെ കാണുകെ അർജുൻ വിളിച്ചു, അഞ്ജലി. അവൻ്റെ ആ അലർച്ച കേട്ടതും കുഞ്ഞു ഞെട്ടി കരയാൻ തുടങ്ങി. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അഞ്ജലി വേഗം അവിടെ നിന്ന് പോയി. കരയില്ലേടാ, അച്ഛൻ്റെ വാവയല്ലേ, അച്ഛൻ്റെ പൊന്നല്ലേ, പോട്ടെ. അർജുൻ കുഞ്ഞിനെ കൈകളിലേക്കെടുത്ത് എമിയെ പാടിയെന്ന് നോക്കി. അവൾ ആ നിമിഷം അവൻ്റെ അടുക്കലേക്ക് വന്ന് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവളുടെ മാറോട് അണച്ചു പിടിച്ചു. കുഞ്ഞ് അവളിലേക്ക് പറ്റിച്ചേർന്നു. ശ്രീകുട്ടൻ അവളുടെ മുഖമാകെ കണ്ണുകൾ കൊണ്ട് പരതി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു. ആ കാഴ്ച ഒരേ സമയം അർജുനിൽ സന്തോഷവും സങ്കടവും ഉണ്ടാക്കി. അർജുൻ കുഞ്ഞിനെയും എമിയെയും മാറി മാറി നോക്കി. ഒരു നിമിഷം അവനത് അവൻ്റെ സ്വന്തം അമ്മ പ്രിയയെപ്പോലെ തോന്നിപ്പിച്ചു. പ്രിയ അവളുടെ മോനെ കൊഞ്ചിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശ്രീകുട്ടൻ അവളോട് പരാതി പറയുന്ന തിരക്കിലാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. അർജുൻ എമിയുടെ അടുക്കലായി വന്ന് അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. എമി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ, എന്തു പറ്റി? എൻ്റെ എമിക്കൊച്ചിനെ ആരാ കരയിപ്പിച്ചത് രാവിലെ തന്നെ? അർജുൻ്റെ ചോദ്യം കേട്ടതും അവൾ കണ്ണുകൾ വളർത്തി അവനെ ഒന്ന് നോക്കി. ഇതാര് പറഞ്ഞു എന്ന പോലെ. എൻ്റെ എമി, നിൻ്റെ മുഖം ഒന്ന് മാറിയാൽ എനിക്കറിയാം. നിൻ്റെ കണ്ണുകൾ എന്നോട് പറയും എന്തുണ്ടേലും. അവളുടെ മുഖം കൊഴിഞ്ഞു. എൻ്റെ ഒപ്പം അഞ്ജലി വന്നത് കൊണ്ടാണോ? അതിന് അല്ല എന്നവൾ തല ചലിപ്പിച്ചു. പിന്നെ? ഇവിടെ എല്ലാവരും പറയാ അജുവേട്ടൻ അഞ്ജലിയെ വിവാഹം ചെയ്യാൻ പോവുക എന്ന്. അത് കേട്ടതും എനിക്ക് സങ്കടം വന്നു. ഞാൻ കരഞ്ഞു. കൊച്ചു കുട്ടിയെപ്പോലെ തന്നോട് സങ്കടം പറയുകയാണ് തൻ്റെ പെണ്ണ്. അവനൊരു നിമിഷം അവളെ വാരി പുണരാനും ചുംബനങ്ങൾ കൊണ്ട് മൂടാനും തോന്നി. ഇടുപ്പിലിരിക്കുന്ന അവൻ്റെ കൈകൾ ഒന്നുകൂടെ അവളിൽ മുറുകിയതും എമി അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ അപ്പോഴത്തെ ഭാവം കാണുകെ എമി തളർന്നു. എമി അവളുടെ കൈയെടുത്ത് അർജുൻ്റെ കണ്ണിന് കുറുകെയായി വെച്ചു. ഇങ്ങനെ നോക്കല്ലേ ചേട്ടാ, പ്ലീസ്. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഈ ഒരു നോട്ടത്തിന് മുന്നിൽ ഞാൻ അടിമപ്പെട്ടു പോകും.
അർജുൻ അവളുടെ കൈകൾ എടുത്തു മാറ്റി അവളോടായി പറഞ്ഞു, എൻ്റെ എമി, അവൾക്ക് ഞാനൊരു കാറിൻ്റെ ഡോറാണ് തുറന്നു കൊടുത്തത്. എങ്കിൽ നിനക്കെപ്പോഴേ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് തന്ന് കഴിഞ്ഞിരിക്കുന്നു. അർജുൻ എമിയുടെ കൈകളെടുത്ത് അവൻ്റെ ഇടത്തെ നെഞ്ചിലേക്ക് ചേർത്തു. ഇവിടെ നീ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മരണം വരെ അങ്ങനെയായിരിക്കും. എമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അജുവേട്ടാ, അവൾ അജുവിൻ്റെ വാ പൊത്തിപ്പിടിച്ചു. വേണ്ട എന്ന പോലെ തല ചലിപ്പിച്ചു. അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു, ഇനി എൻ്റെ മുന്നിൽ നിന്ന് ഇതുപോലെ പറഞ്ഞാലുണ്ടല്ലോ. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ അവളുടെ കവിളിലായി ഒന്ന് മുത്തി മാറി. അർജുൻ എമിയോടായി പറഞ്ഞു, എമി, നമുക്കൊരു സെൽഫി എടുത്താലോ? അർജുൻ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലേക്കെടുത്തു. ക്യാമറ ഓപ്പൺ ചെയ്തു. എമിയുടെ തല അവൻ്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്ത് വെച്ചു. അർജുൻ പിക്കെടുത്ത് കഴിഞ്ഞതും അതിലേക്ക് നോക്കി പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. എമി, നോക്കട്ടെ അത് എന്നും പറഞ്ഞ് കുഞ്ഞുമായി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവൻ അപ്പോൾ തന്നെ അത് ഫോണിൻ്റെ വാൾപേപ്പറായി സേവ് ചെയ്തു. അർജുൻ ആ ഫോട്ടോസ് വീണ്ടും വീണ്ടും നോക്കി. എത്ര നോക്കിയിട്ടും മതിവരാത്ത പോലെ. അർജുൻ പറഞ്ഞു, എമി, മോൻ നീയുമായി പെട്ടെന്ന് ഇണങ്ങിയല്ലോ. അത് പിന്നെ ഞാൻ അവൻ്റെ അമ്മയല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾ ഓർക്കുന്നത്. അവൾ അർജുൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പറഞ്ഞു, ഞാൻ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്.